ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ കുടുംബാംഗങ്ങൾ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം അവിടെയാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും മകനും എത്തിയിരിക്കുന്നത്. SKN അദ്ദേഹത്തിൻ്റെ 102ാം ജന്മദിനമാണ് ഇന്ന് വി എസ് അച്യുതാനന്ദൻ്റെ. വി എസ് ഇല്ലാത്ത ആദ്യ ജന്മദിനം കൂടിയാണ്. അതിനൊപ്പം പുന്നപ്ര വയലാർ വാരാചരണത്തിൻ്റെ തുടക്കം കൂടിയാണിന്ന്. ഈ അവസരത്തിലാണ് വി എസിൻ്റെ കുടുംബം, ഭാര്യ വസുമതി, ഒപ്പം മകൻ വി എ അരുൺകുമാർ, അവരുടെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം, ഒപ്പം പാർട്ടി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഈ കുടുംബത്തിനൊപ്പം എത്തി അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതി, പ്രിയ പത്നിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർ ഇപ്പോഴും ഒരു അദ്ദേഹം നിലവിലില്ല എന്നുള്ള വിഷമം ഉൾക്കൊള്ളാനാവാതെ ആ സ്മൃതികുടീരത്തിന് മുന്നിൽ വിതുമ്പുന്ന കാഴ്ചകൾ നമുക്ക് കാണാനാവുന്നുണ്ട്. ഇന്നിപ്പോൾ സഖാവില്ലാത്ത ഈ വി എസ് അച്യുതാനന്ദൻ പതിവായി ഈ പുന്നപ്ര വയലാർ വാരാചരണത്തിന് ഈ വലിയ ചുടുകാട്ടിലെത്തി അവിടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലാത്ത 2019 അവസാനമായി ഈ ചുടുകാട്ടിലേക്ക് എത്തി പുന്നപ്ര വയലാർ സ്മാരകത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അന്ത്യാഭിവാദ്യം അർപ്പിച്ചത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് മാറുകയും ചെയ്തു. അതിനുശേഷം ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഇതാ വി എസ് സ്മാരകത്തോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ആ കുടുംബം അവിടെ അവരുടെ പുഷ്പാർച്ചന നടത്തിയ ശേഷം അവിടെ അല്പസമയം വസുമതി അമ്മയടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ അടക്കമുള്ള ആളുകൾ, ഒപ്പം മറ്റ് പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളടക്കം ഇവിടേക്ക് എത്തും.